നമസ്കാരം. സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മനോജ് വർഗീസ്, ചിദംബരത്തു നിന്നാണ് സംസാരിക്കുന്നത്. ഞാൻ ചിദംബരത്ത് എൻ്റെ ഒരു പേഴ്സണൽ ആവശ്യത്തിന് വന്നതാണ്. അപ്പോൾ ഞാൻ താമസിക്കാൻ ഒരുപാട് സ്ഥലങ്ങൾ നോക്കിയിട്ട് അങ്ങനെ നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിൽ കാണുന്ന പോലെ ചിദംബരം എവിടെയെന്ന് ആദ്യം പറഞ്ഞുതരാം. നമ്മൾ തമിഴ്നാട് ആസ് എ ഹോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തമിഴ്നാടിൻ്റെ ചെന്നൈ, പോണ്ടിച്ചേരി, ചിദംബരം, അത് കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും അറിയപ്പെടുന്ന വേളാങ്കണ്ണി, അവിടെ നിന്ന് നാഗപട്ടണം, വേളാങ്കണ്ണി, അങ്ങനെയാണ് അത് പോകുന്നത്. അങ്ങനെ താഴേക്ക് പോയിട്ട് കന്യാകുമാരി വരെ, അതായത് തൂത്തുക്കുടി, നാഗർകോവിൽ, കന്യാകുമാരി വരെ പോകും. അതിൻ്റെ തമിഴ്നാടിൻ്റെ സീ സൈഡിൽ, കടലിന് തീരത്തുള്ള ഒരു പർട്ടിക്കുലർ ലൊക്കേഷനാണ് ചിദംബരം. ചിദംബരം ടെമ്പിളാണ് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ട് അറിയപ്പെടുന്ന സ്ഥലം. അവിടെ നമുക്ക് ഒരുപാട് ഹോട്ടലുകളും മറ്റൊന്നും കാണാൻ കിട്ടുന്നില്ല. ഞാനിപ്പോൾ താമസിച്ച ഒരു ചെറിയൊരു സ്ഥലമാണ്, ഒരു ബഡ്ജറ്റ് സ്പേസ് ആണ്. 2500 രൂപ ഒരു ദിവസത്തേക്ക് വാടകയിൽ താമസിക്കാൻ പറ്റുന്ന ക്രിഷ് ഗാർഡൻസ്. ഇതൊരു ചെറിയ റിസോർട്ട് പോലെ അവർ ചെയ്തു വെച്ചിരിക്കുന്നതാണ്. അത്ര ആഷ്പൂഷ് ഒന്നുമല്ല, എങ്കിലും ഗുഡ്. ചെറിയ ഫുഡ് കഴിക്കാനുള്ളൊരു ഏരിയ ഉണ്ട്, ചെറിയൊരു ഡൈനിങ് ഏരിയ ഉണ്ട്, നന്നായി താമസിക്കാൻ പറ്റുന്ന കൊച്ചു കോട്ടേജുകൾ പോലെ കുറച്ച് റൂംസ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു വിഷ്വൽ അനുഭവം തരുന്നതായിരിക്കും. ചിദംബരത്ത് വരികയാണെങ്കിൽ ചെറിയ കോസ്റ്റിൽ താമസിക്കണമെന്നുണ്ടെങ്കിൽ ഇതൊരു നല്ല സ്പേസ് ആയിരിക്കും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇനി ട്രെയിൻ വഴി വന്നിട്ട് കണക്ടിവിറ്റി, അതായത് മധുരൈ വന്നിട്ടോ അല്ലെങ്കിൽ പോണ്ടിച്ചേരി വന്നിട്ടോ ചെന്നൈ വന്നിട്ടൊക്കെ കണക്ട് ചെയ്ത് ചിദംബരത്തേക്ക് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. ഒരുപാട് ട്രെയിൻ ഇല്ലെങ്കിലും ഇങ്ങനെയുള്ള അടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്ന് ചെന്നൈ 250 കിലോമീറ്ററോളം ഉണ്ട് ചിദംബരത്ത് നിന്ന്. അപ്പോൾ പോണ്ടിച്ചേരി ആണെങ്കിലും അത്യാവശ്യം 60-70 കിലോമീറ്ററോളം ചിദംബരത്തുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ട്രെയിൻ മാർഗം വരാം. ചിദംബരം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാം. തൊട്ടടുത്താണ് ഈ ഹോട്ടൽ. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന കാപ്പി ഹബ്ബ് രാവിലെ സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് അവർ പ്രൊവൈഡ് ചെയ്യും. ഞാൻ താമസിച്ച ദിവസങ്ങളിൽ ഇഡ്ഡലി, ദോശ, പൂരി മസാല ഇതൊക്കെയാണെന്ന് അവിടെ ഉണ്ടായിരുന്നു. അതർ ഇപ്പോൾ ഈവനിങ് ഡിന്നറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയണം, എന്തെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ പറയണം, പക്ഷേ ചാർജബിൾ ആയിരിക്കും. ചിദംബരം റെയിൽവേ സ്റ്റേഷനോട് തൊട്ട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണത്. അപ്പോൾ ഇടയ്ക്ക് വല്ലപ്പോഴും, ഒരുപാട് ട്രെയിൻസ് ഒന്നും ഇല്ലെങ്കിലും വല്ലപ്പോഴും വന്നു പോകുന്ന ട്രെയിനുകളുടെ ശബ്ദം ഉണ്ടെന്ന് നമുക്ക് പറയാം. പക്ഷേ പൊതുവേ ശാന്തമായ ഒരു സ്ഥലമാണ്. പൊതുവേ ശാന്തത എന്ന് പറഞ്ഞാൽ ഏതൊരു ഹോട്ടലിൽ താമസിച്ചാലും നമുക്ക് വണ്ടികളുടെ സൗണ്ടും എല്ലാം നൈറ്റ് കിടന്നുറങ്ങുന്ന സമയത്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടാകും. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇടയ്ക്ക് വല്ലപ്പോഴും ഓരോ ട്രെയിൻസ് വരുന്നുണ്ടാവും, പോകുന്നുണ്ടാവും. അപ്പോൾ ഈ സ്ഥലം റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് കിടക്കുന്നൊരു സ്ഥലമാണ്. ശാന്തമായ ഒരു ഏരിയയാണ്. ഇവിടെ നിന്ന് എത്തിപ്പെടാൻ സാധിക്കുന്ന സ്ഥലങ്ങൾ, തൊട്ടടുത്ത് കിടക്കുന്ന ചിദംബരം ടെമ്പിൾ, വിതിൻ 5 മിനിറ്റ്സ് നമുക്ക് എത്താം. തൊട്ടടുത്ത് കിടക്കുന്ന ടൗൺ ചിദംബരം സിറ്റി, ഇതുകൂടാതെ ചിദംബരം ബേസ് ചെയ്തിട്ട് ഉള്ള അണ്ണാമലൈ യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് ആളുകൾ പോകുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ പഠിക്കാൻ വരുന്ന ആൾക്കാർക്കാണെങ്കിലും ഇവിടെ നിന്ന് പെട്ടെന്ന് പോയി വരാം. തൊട്ടടുത്താണ്. എല്ലാം ഒരു 5 to 10 മിനിറ്റ്സിനകത്ത് എത്തിപ്പെടാവുന്ന ഒരു ലൊക്കേഷനും കൂടിയാണ് ഈ ക്രിഷ് ഗാർഡൻസ്. ചിദംബരത്ത് വരികയാണെങ്കിൽ ചെറിയ കോസ്റ്റിൽ താമസിക്കണമെന്നുണ്ടെങ്കിൽ ഇതൊരു നല്ല സ്പേസ് ആയിരിക്കും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. മറ്റൊരു വീഡിയോയുമായി ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ടാവും. സൈനിങ് ഓഫ്.